ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു റൈഡാണ് കൊച്ചി റൈഡ്. ആൻഡ് നമ്മൾ കൊച്ചി പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3rd എഡിഷൻ ഓഫ് കൊച്ചി നേവി സൈക്ലത്തോൺ ഫെബ്രുവരി 8 കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അതിനും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ കൊച്ചിയിലേക്ക് പോകുന്നത്. സമയം ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പന്ന്യങ്കര ടോൾ പ്ലാസ എത്താറായി. ഇവിടെ നിന്നൊരു 500 മീറ്ററേ ഉള്ളൂ ടോളിലേക്ക്. ആൻഡ് നമ്മളുടെ ലഗേജൊക്കെ ഒന്ന് കെട്ടിയതൊക്കെ കറക്റ്റാണോ ഒന്നും കൂടെ റീചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് പിറ്റ് സ്റ്റോപ്പ് പോലെ നിർത്തിയത്. ഓക്കെ, അപ്പോൾ ഇന്ന് 6th ഫെബ്രുവരി. സോ 6th ഫെബ്രുവരി നിന്ന് കൊച്ചിക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും കൊച്ചി എത്തി 7th ഒരു ദിവസം മൊത്തം റെസ്റ്റ് എടുത്ത് 8th നമ്മുടെ ഇവൻറ്റും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് 9th തിരിച്ച് വീട്ടിലേക്ക് വരാമെന്നുള്ള പ്ലാനിലായിരുന്നു ഈ ഒരു 3 ദിവസത്തെ നമ്മുടെ കൊച്ചി ട്രിപ്പ് ഷെഡ്യൂൾ ചെയ്തത്. ഇപ്പോൾ സമയം 7:20 ആയിട്ടുണ്ട്. നമ്മൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിനോട് വിട പറഞ്ഞ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. നമ്മൾ പട്ടിക്കാട് ഫ്ലൈ ഓവർ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. ഒരു 5 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ച് നമ്മളൊരു 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്ക് പാക്കിങ്ങൊക്കെ ഒന്നും കൂടെ റീചെക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളൊരു ടൈം ഇങ്ങനെ കുറച്ച് ഡിലേ ആയിട്ടുള്ളത്. പട്ടിക്കാട് ഫ്ലൈ ഓവർ കഴിഞ്ഞതും ലെഫ്റ്റ് സൈഡിലുള്ള സർവീസ് റോഡ് നമ്മൾ എടുത്തു. നമ്മൾ ദൂരെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഒരു 8:10 ആയപ്പോൾ തന്നെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു ടുവേർഡ്സ് മണ്ണുത്തി. അവിടെ നിന്ന് ഒരു 60 കിലോമീറ്റേഴ്സ് ഉണ്ട് ടുവേർഡ്സ് കൊച്ചി. ഇപ്പോൾ സമയം 8:20 ആയിട്ടുണ്ട്. നമ്മൾ മണ്ണുത്തി ഫ്ലൈ ഓവറിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3 ലൈൻ ഹൈവേയിൽ നിന്ന് 2 ലൈൻ ഹൈവേയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ നമ്മൾ കെയർഫുള്ളായിട്ട് വേണം റൈഡ് ചെയ്യാൻ. ഒരു 8:45 ആയപ്പോഴേക്കും വളരെ വിവാദ വിഷയമായ പാലിയങ്കര ടോൾ പ്ലാസ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ടോൾ കഴിഞ്ഞൊരു 6 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വണ്ടി അങ്ങ് മലർത്തിയിടേണ്ട അവസ്ഥ വന്നു. പഞ്ചർ അടിച്ചു ഗൈസ്. ആദ്യം എനിക്കൊരു ചെറിയ ഒരു സൗണ്ട് കേട്ടു. പക്ഷേ എൻ്റെ മുമ്പിൽ ഒരു ലോറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ലോറീൻ്റെ മറ്റേ എയർ ബ്രേക്കിൻ്റെ സൗണ്ട് ആയിരിക്കുന്നു. പക്ഷേ പിന്നെ ഞാൻ നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴായിരുന്നു പഞ്ചർ, ഫസ്റ്റ് പഞ്ചർ. സോ ഇതാണ് ഗൈസ് എനിക്ക് ഇന്ന് കിട്ടിയ പഞ്ചർ. അങ്ങനെ നമ്മൾ ടയറിൽ വല്ല ആണിയോ സൂചിയോ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കുമായിരുന്നു. ആൻഡ് നോക്കിയപ്പോൾ നമുക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിലൊരു സ്പെയർ ട്യൂബ് ഉണ്ട്. അപ്പോൾ അത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്തുള്ളൊരു പഞ്ചർ കടയിൽ പോയി കാറ്റടിക്കാമെന്നാണ് വിചാരിക്കുന്നത്.
പ്രസ്ഡ് ആയതുകൊണ്ട് അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ഹാൻഡ് പമ്പൊക്കെ ഉണ്ട്, പക്ഷെ അടിക്കാനുള്ള മടി കാരണം നമ്മൾ എന്തായാലും അടുത്തുള്ള ഈ പമ്പിൽ പോയിട്ട് അടിക്കാൻ തന്നെ വിചാരിച്ചു. വീണ്ടും കാറ്റ് പോയി ഗൈസ്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മുടെ നോസിലിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്നറിയില്ല. നമ്മൾ വീണ്ടും അടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, കാറ്റ് അങ്ങോട്ട് കയറുന്നില്ല. ആൻഡ് കടക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വീണ്ടും പഞ്ചറായി എന്ന്. എനിവേയ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഫൈനലി നമ്മൾ പഞ്ചറെല്ലാം മുട്ടിച്ചു ഗൈസ്. പഞ്ചറിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നേരെ വിശദമായി വീടെത്തുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇപ്പോൾ സമയം 10 മണിയായി. നമ്മളെന്തായാലും അടുത്ത അങ്കമാലിയിലേക്ക് പോവാണ്. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ പഞ്ചറടിക്ക് ശേഷം നമ്മൾ നേരെ കൊച്ചിയിലേക്ക് യാത്ര വീണ്ടും തുടർന്നു. 10:15 ആയപ്പോഴായിരുന്നു നമ്മുടെ പഞ്ചറെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് കറക്റ്റായത്. ആൻഡ് അപ്പോൾ തന്നെ നല്ല റോഡിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഈ റോഡിലൂടെ പോകാൻ. കാരണം എപ്പോഴാണ് ഈ KSRTC ബസ്സുകളുടെ ഷോ ഓഫ് എന്ന് നമുക്കറിയില്ല. KSRTC ബസ്സുകളാണ് ഏറ്റവും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളത് കമ്പയറിങ് ടു ലോറി ഡ്രൈവേഴ്സ്. ഇപ്പോൾ സമയം 10:55. നമ്മളിപ്പോൾ ചാലക്കുടിയിലാണ് എത്തിയിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മളൊരു 12:15 ആയപ്പോൾ തന്നെ ആലുവ എത്തിയിട്ടുണ്ട്. ദെൻ ആലുവയിൽ നിന്ന് മെട്രോ പിടിച്ച് പോകാനാണ് വിചാരിക്കുന്നത്. ഒരു 12:30 ആയപ്പോൾ നമ്മൾ ആലുവ മെട്രോ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എങ്ങനെയാണ് ഈ മെട്രോയിൽ ഇങ്ങനെ സൈക്കിളൊക്കെ കയറ്റി കൊണ്ടുപോകാമെന്നുള്ളത്. അപ്പോൾ അതൊരു വലിയ ചടങ്ങ് തന്നെയായിരുന്നു. ആദ്യം തന്നെ നമ്മൾ നേരെ ലിഫ്റ്റ് പിടിച്ച് വേണം പോകാൻ. അപ്പോൾ അറ്റ് എ ടൈം ഒരാൾക്കേ കയറാൻ സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മുടെ ലഗേജും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് ഫുൾ ലിഫ്റ്റ് അങ്ങ് നിറഞ്ഞു നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്ത് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ തന്നെ 2 പേർക്ക് കയറാനായിട്ട് പറ്റും. ഓൾസോ നമ്മുടെ സൈക്കിൾ അവിടെ ടൈ ചെയ്ത് വളരെ സെക്യൂറായി വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് വലിയൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫോർ മീ. ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ നമുക്ക് ആ ഒരു ഈ വെയിലെല്ലാം കൊണ്ട് ക്ഷീണിച്ചതെല്ലാം നമ്മൾ ഈ മെട്രോയിൽ കയറിയപ്പോൾ ആ ഒരു ക്ഷീണമൊക്കെ പെട്ടെന്ന് നമുക്ക് പോയിട്ടുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ JNL സ്റ്റേഡിയം എത്തി. ആൻഡ് ഇവിടെ നിന്ന് നമ്മളൊരു 3 കിലോമീറ്റർ കഴിഞ്ഞാലാണ് തമ്മനം എന്ന പ്ലേസ് എത്തുക. ആൻഡ് അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് കൊച്ചി റൈഡ്. ആൻഡ് നമുക്ക് വീട്ടിൽ നിന്ന് ആലുവ വരെ ഏകദേശം ഒരു 97 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പ്ലസ് പിന്നെ ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ, ടോട്ടലായിട്ട് നമുക്ക് 101 കിലോമീറ്ററാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗൈസ്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 6:27 ആയിട്ടുണ്ട്. സോ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് കൊച്ചി റൈഡാണ്. അപ്പോൾ നമ്മളിന്ന് നേരെ പോകുന്നത് യുണൈറ്റഡ് ബൈ സൈക്ലിങ്ങിലേക്കാണ്. ബിക്കോസ് നമ്മുടെ ഇന്നലെ പഞ്ചറൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സൈക്കിളിൻ്റെ റിം ടേപ്പൊക്കെ കുറച്ച് നാശമായിട്ടുണ്ട്. സോ അതൊന്ന് റീപ്ലേസ് ചെയ്യണം. അതിൻ്റെ ഒപ്പം നമ്മളൊരു പുതിയ ട്യൂബും കൂടെ മേടിക്കുന്നുണ്ട്. ടുവേർഡ്സ് ബാനർജി റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. സോ ഗൈസ്, നമ്മളിപ്പോൾ MG റോഡിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവ് എത്തും. ഗൈസ്, അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവ് പോയി. പക്ഷേ അവിടുത്തെ കുറച്ച് പോലീസ് സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. അവർ നമ്മുടെ സൈക്കിള് ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ പോയില്ല. സൈക്കിളിനേലല്ലേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് ബഹിഷ്കരിച്ചു. അങ്ങനെ മറൈൻ ഡ്രൈവ് നമ്മൾ പോവാതെ നമ്മൾ നേരെ ഇപ്പോൾ ക്വീൻസ് വാക്കവേയിലേക്ക് പോവാണ്. നമ്മളുടെ അവിടെ സാധാരണയായി കാണാത്തൊരു കൗതുകമേറിയ കാഴ്ച ഞാൻ കണ്ടു. സൈക്കിൾ ലൈൻ ഫോർ സൈക്ലിസ്റ്റ്. അങ്ങനെ ഈ ഒരു സൈക്കിൾ ലൈനിലൂടെ വളരെ എക്സൈറ്റഡ് ആയിട്ട് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു വളരെ ദൂരെ നമുക്ക് കാണാനായിട്ട് പറ്റും നല്ല സിവിക് സെൻസ് ഉള്ള ആൾ സൈക്കിൾ ലൈനിൽ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു ഗൈസ്.
ഇപ്പോൾ സമയം 7:40 നമ്മളിപ്പോൾ ക്വീൻസ് വാക്ക് എത്തിയിട്ടുണ്ട്. ഒരു നല്ല കായൽ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് വിശ്രമിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ക്വീൻസ് വാക്ക്. ആൻഡ് ഐ പ്രിഫർ മോർണിംഗ് ആൻഡ് ഈവനിങ് ടൈം. ഇപ്പോൾ സമയം 8:10 നമ്മളിപ്പോൾ ക്വീൻസ് വാക്കിൽ നിന്ന് തിരിച്ച് വൈപ്പിനിലുള്ളൊരു ബീച്ചിലേക്കാണ് പോകുന്നത്. ആൻഡ് നല്ല വെയിലൊക്കെ വരുന്നുണ്ട്. സോ അതിന് മുമ്പ് തന്നെ നമുക്ക് ബീച്ചിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇവിടുന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു 8:30 ആയപ്പോൾ തന്നെ നമുക്ക് കുറച്ച് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലത്തെ സൈക്ലിസ്റ്റുകളുടെ പതിവ് പോലെ ചായയും ഒരു വടയും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് പോയി നമ്മൾ ചായയും വടയെല്ലാം കഴിച്ചു. നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് വല്ലാർപാടം ടെർമിനൽ. അങ്ങനെ ഒരു 9:55 ആയപ്പോഴേക്കും നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. ഇവിടെ നിന്ന് ബീച്ച് വരെ കുറച്ച് മോശം റോഡാണ്. ഓൾറെഡി നമുക്കൊരു പഞ്ചർ കിട്ടിയതുകൊണ്ട് ഇനി നമുക്ക് പഞ്ചർ കിട്ടണ്ടെന്ന് വിചാരിച്ചത് കൊണ്ടും ഞാൻ സൈക്കിൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തള്ളാമെന്ന് വിചാരിച്ചു. ഇതാണ് പുതുവൈ ബീച്ച്. ആൻഡ് ഞങ്ങളിത് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് വളരെ അടുത്താണ്. ആൻഡ് ഇതിന് ശേഷമുള്ളതാണ് കുഴിപ്പിള്ളി ആൻഡ് ചെറായി ബീച്ച്. അവിടേക്കൊന്നും പോകാൻ നമുക്ക് സമയമില്ല. ഇപ്പോൾ തന്നെ ഏകദേശം 10 മണിയായി. ഒരു 10:15 ആകുമ്പോഴേക്കും നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി. ഇനി ഇവിടെ നിന്നൊരു 15 കിലോമീറ്റർ ഉണ്ട് യുണൈറ്റഡ് ബൈ സൈക്ലിങ്ങിലേക്ക്. സോ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. പോകുന്ന വഴിക്ക് നമ്മളൊരു ഹോട്ടൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങോട്ട് തുടർന്നുള്ള യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. ഭക്ഷണമാണല്ലോ ഗൈസ് മുഖ്യം. സോ നമുക്ക് എന്തായാലും ഒരു എനർജിയും ആവശ്യമാണല്ലോ, കുറച്ച് ദൂരം റൈഡ് ചെയ്യാനില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം ഗൈസ്. നമ്മൾ നല്ല പ്രോട്ടീൻ റിച്ച് ഭക്ഷണമാണ് കഴിക്കുന്നത്. രാവിലെ നല്ല അപ്പവും മുട്ടക്കറിയുമാണ് നമ്മൾ കഴിക്കുന്നത്. കൊച്ചിയിലെ ട്രാഫിക്കിലൊക്കെ പെട്ട് അവസാനം നമ്മളൊരു 11:15 ആകുമ്പോഴേക്കും യുണൈറ്റഡ് ബൈ സൈക്ലിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൈക്കിൾ പണിക്ക് കയറ്റിയിട്ടുണ്ട്. കുറേ സൈക്കിളുകൾ ക്യൂവിലായിരുന്നു. പക്ഷെ നമ്മുടെ സൈക്കിൾ കുറച്ച് പണിയുള്ളതുകൊണ്ടായിരിക്കാം വേഗം നമ്മുടെ സൈക്കിൾ പണിക്ക് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 സൈക്കിൾ റിമ്മിലും കാർബൺ ഫൈബറിൻ്റെ ടെക്സ്ചർ വരുന്ന റിം ടേപ്പ് നമ്മൾ ഒട്ടിച്ചു. ഓൾസോ നമ്മൾ ബാക്കിലെ പഞ്ചറായ ട്യൂബ് മാറ്റിയിട്ട് പുതിയൊരു ട്യൂബ് വെച്ചു. ആൻഡ് പഞ്ചറായ ട്യൂബ് നമ്മൾ സ്പെയറായിട്ട് കയ്യിലെടുത്തു. ഗൈസ്, അങ്ങനെ നമ്മൾ യുണൈറ്റഡ് ബൈ സൈക്ലിങ്ങിൻ്റെ ഓണറായ അലക്സീനേനെയും ആൻഡ് ഓൾസോ നമ്മുടെ മാരത്തോൺ കിങ് ആയ പോളേട്ടനെയും കണ്ടിട്ടുണ്ടായിരുന്നു. ഓൾസോ നമ്മുടെ ചാനലിൻ്റെ സ്റ്റിക്കർ നമ്മൾ അവിടെ കൈമാറിയിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, ഇനി ആരെങ്കിലും യുണൈറ്റഡ് ബൈ സൈക്ലിങ്ങിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിക്കർ അവിടെ കാണും. ആൻഡ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ വൈറ്റ്ല ജംഗ്ഷൻ. മുകളിൽ ഓവർ ബ്രിഡ്ജ് വന്നിട്ട് പോലും നമ്മുടെ തിരക്കൊന്നും മാറിയിട്ടില്ല. ആൻഡ് നമ്മുടെ സൈക്കിൾ റിപ്പയറിംഗ് എല്ലാം കഴിഞ്ഞു. സോ നാളത്തെ ഇവൻറ്റിന് വേണ്ടി ഐ എം വെരി എക്സൈറ്റഡ്. കൂടുതൽ വിശേഷങ്ങളെല്ലാം ഞാൻ വഴിയെ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ആൻഡ് ഓക്കെ, സീ യു ഗൈസ്, ബൈ.